നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ രാവിലെ ഔദ്യോഗികമായി പദവി ഏറ്റെടുത്ത ശേഷം നീ നിന്റെ കൂട്ടുകാരും എന്തു വേണമെങ്കിലും ചെയ്തോ. ഞാനൊന്നും പറയില്ല. പക്ഷേ ഇന്നത്തെ രാത്രി സൈലന്റ് ആയിരിക്കണം, മനസ്സിലായോ? ഇനിയിപ്പൊ അതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് ചെയ്യേ. യശോദേ, എനിക്ക് നാളെ ഇടാനുള്ളതെന്ന് എടുത്തു വെച്ചേക്കണം. ശരി അമ്മേ. എന്താ കണിമംഗലത്തേക്ക് വരേണ്ട കാര്യമില്ലെന്ന് മുത്തശ്ശി പറഞ്ഞോണ്ടല്ലേ മോള് സ്കൂളിന്റെ കാര്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി? ഇല്ലച്ചാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന ഏറ്റവും നല്ല മാർഗം ആ സ്കൂളും അവിടുത്തെ ജോലിയും. എന്ത് മാറ്റിവെച്ചിട്ടായാലും അതിന് പോണം. അവള് പൊയ്ക്കോട്ടെ ദേവേട്ട, അതാ നല്ലത്. എടാ ഗൗതം, കണിമംഗലത്തെ യുവരാജാവായി നീ അഭിഷേകം ചെയ്യപ്പെട്ട ഈ പാർട്ടിയൊന്നും പോരാ. ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഒരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പാർട്ടി, അതാണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്തിനാടാ 2-3 ദിവസം വെക്കുന്നേ? എത്ര എടുത്താലും തീരാത്ത സമ്പത്തുണ്ട് കണിമംഗലത്ത്. അത് മുഴുവനും നമുക്ക് അടിച്ചു പൊളിക്കാം. നീ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാർ ഹോട്ടലില് നമുക്ക് പറക്കാടാ. പുറത്തെവിടെയെങ്കിലും പോയി 1-2 മാസം നമുക്കങ്ങ് തകർക്കാം. അത് നീ ഇപ്പൊ പറയും. വലിയ മുതലാളിയെ കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മറന്നുകളയരുത്. കിട്ടാൻ പോകുന്ന ഒന്നും ഞാനോ എന്റെ അച്ഛനോ സമ്പാദിച്ചതല്ല. പിന്നെ എനിക്ക് അതിനോട് എന്ത് കമ്മിറ്റ്മെന്റാ? നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാടാ. ഗൗതം, സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ, പക്ഷേ കൊള്ളാവുന്നൊരു PR ടീമിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ചില അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ എവിടെയെങ്കിലും ഒക്കെ ചെയ്യണം. ബാക്കിയൊക്കെ അവന്മാര് കൊഴിപ്പിച്ചോളൂ. കണിമംഗലത്തെ പുതിയ സ്ഥാനപതി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും. കണിമംഗലത്തെ ഗൗതം അനാഥാലയത്തിന് സംഭാവന നൽകും. അമ്പലത്തിലെ അന്നദാനം, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഓരോ സാരി. കുറച്ച് ദിവസങ്ങൾക്കുള്ളില് നിന്നെ ഒരു നന്മമരമായ ആൾക്കാർ വാഴ്ത്തും. പിന്നെ നിന്റെ മുന്നിൽ കണിമംഗലം പരമേശ്വരനൊന്നും ഒന്നും ആവില്ല. നിന്റെ ഐഡിയ കൊള്ളാം. രാജാവായി വാഴാൻ ഒരു പ്രത്യേക സുഖം തന്നെ. പണവും മദ്യവും പെണ്ണും. നാളെ രാവിലെ എന്റെ തലവര മാറുന്ന ദിവസം. അതെനിക്കൊന്ന് ആഘോഷിക്കണം. ആഘോഷിക്കുക. പാട്ട് വെക്കടാ.
പാട്ടും കൂത്തൊന്നും വേണ്ട. അവിടെ ആരെങ്കിലും ഉണർന്നിങ്ങ് വന്നാലുണ്ടല്ലോ. എന്താ അച്ഛാ ഇത്? ഇന്നത്തെ ദിവസം എന്നെ ഒന്ന് സന്തോഷിക്കാൻ പറ്റും. സന്തോഷിക്കണ്ടെന്ന് ആരടാ പറഞ്ഞത്? നാളെ രാവിലെ ഔദ്യോഗികമായി പദവി ഏറ്റെടുത്ത ശേഷം നീ നിന്റെ കൂട്ടുകാരും എന്തു വേണമെങ്കിലും ചെയ്തോ. ഞാനൊന്നും പറയില്ല. പക്ഷേ ഇന്നത്തെ രാത്രി സൈലന്റ് ആയിരിക്കണം, മനസ്സിലായോ? ഒരു മുടിനാരിടയിലൂടെ നടന്ന നിനക്ക് വേണ്ടി ഞാനതൊക്കെ നേടിയെടുത്തത്. അത് പൊട്ടിപ്പോകാൻ പാടില്ല. നാളെ നേരം വെളുത്ത് കണിമംഗലത്തിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം എന്റെ ചേട്ടൻ കണിമംഗലം പരമേശ്വരനടക്കം നിന്റെ കാൽക്കലാണ്. നിനക്കെങ്ങനെ ആഘോഷിക്കാം, ചവിട്ടി അരയ്ക്കാം. എനിക്ക് സാധിക്കാത്തതാ ഞാൻ നിനക്ക് നേടി തന്നിരിക്കുന്നത്. താങ്ക്സ് അച്ഛാ. വരുണ്ട ജീവിതം ഇതുവരെ കൊതിയോടെ നോക്കിയിരുന്നവനാ ഞാൻ. അത് മുഴുവനും എനിക്കായിട്ട് അച്ഛൻ ഒഴുക്കി വെച്ച് തന്നില്ലേ. യു ആർ എ ഗ്രേറ്റ് ഫാദർ, എ ഗ്രേറ്റ് ഫാദർ. എന്റെ പൊന്നച്ഛൻ. You are a great father. നീ അവിടെ ഇരിക്കേ. Yeah, my great father. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.